അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വെക്കേഷൻ സ്റ്റാർട്ടായി അല്ലേ? അതേപോലത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെക്കേഷൻ സ്റ്റാർട്ടായി. വെക്കേഷൻ സ്റ്റാർട്ടാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് പാരൻസിന് എല്ലാം ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം എങ്ങനെ ഈ 2 മാസം കൊണ്ടുപോകും ഭയങ്കരമായിട്ട്. കാരണം കുഞ്ഞു മക്കളൊക്കെയാണ് സ്റ്റണ്ടും, പ്രത്യേകിച്ചും സിബ്ലിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര സ്റ്റണ്ടും വഴക്കൊക്കെ ആയിരിക്കും. പിന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഷാഡിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും, അല്ല ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ 2 മാസം എന്ന് പറഞ്ഞാൽ അവർ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകും, ബോറിങ്. ഒരു വീക്കൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര ബോറായി മമ്മ അല്ലെ പപ്പ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും അല്ലേ എല്ലാവരും. ഇങ്ങനെയാണ് പൊതുവെ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെക്കേഷൻ നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നല്ല ഒരു 2 മാസം, ആ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ട് അത്രയും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതിൽ പറയുന്നത്. ഇത് പേഴ്സണലി എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഡ് ആവുമല്ലോ. ഇത് കാണുന്ന പാരൻസ് ആണെങ്കിൽ അവർക്കാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് നോക്കിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി ആയിട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം, പാരന്റ് എന്ന നിലയിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. കുറച്ച് ബുക്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടോയ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി വെക്കാറുണ്ട്. വെക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബോറടി ആവരുത്. പിന്നെ എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അമ്മമാരുടെ ഉള്ളിലാണെങ്കിലും അതുപോലെ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് അവർ എഡിക്റ്റ് ആയി പോകുന്നത് ഫോണിലേക്കാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം, TV കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരെ ലേസി ആക്കാനും അവരുടെ ബ്രെയിൻ വളർച്ച ആയാലും എന്തായിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സ്ലോ ആക്കാനും ലേസി ആക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊന്നും അവരെ കൂടുതൽ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കാണുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിലേക്കൊന്നും എഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എഡിക്റ്റ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം മാത്രമേ നമ്മുടെ ലൈഫ് എൻഗേജ്ഡ് ആവുള്ളൂ, അത് സന്തോഷം ഉണ്ടാവുള്ളൂ. നമുക്ക് നാളെയും പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു ദിവസം സന്തോഷത്തോടുകൂടെ തുടങ്ങാനും പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആൾക്ക് ഞാൻ ബുക്സ്, അവൾ ചെറിയ കുട്ടിയാണ്, 7 വയസ്സാകുന്നുള്ളൂ, 2ാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്ന ആളാണ്. അപ്പം ആവശ്യമുള്ള ബുക്സുകൾ അവൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്, പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിക്കാൻ പോകാറില്ല. അത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ പഠിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കലും സ്കൂൾ ആയിട്ട് പഠിപ്പിക്കില്ല. അവർ പിന്നെയും പുതുതായിട്ട് തുടങ്ങില്ല. അപ്പോൾ നമ്മൾ അതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിക്കോട്ടെ, EVSലായിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ബുക്സ് ഞാൻ ആമസോണിലൊക്കെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് ബ്രെയിൻ ബൂസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്സുകളൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങി വെക്കാറുണ്ട്. ഇനി വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ വെക്കേഷനിൽ മാത്രമല്ല ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട കാര്യമാണ്. മുതലേ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഇനി തുടങ്ങാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക, റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഭാരിച്ച പുസ്തകങ്ങളൊന്നും എടുത്ത് വായിക്കണം എന്ന് പറയുന്നില്ല, കുഞ്ഞു സ്റ്റോറീസ് മതി. സാധാരണ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ബാലരമയും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായി, അതുപോലത്തെ ആയാലും മതി. ചെറിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുഞ്ഞു സ്റ്റോറീസ് ആയിരിക്കണം. അത് ഫോണിൽ കാണുക അങ്ങനെയുള്ളതല്ല, റീഡിങ് തന്നെ ഒരു ബുക്കിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനെ ബുക്സ് കൊടുക്കുക. അതേപോലെ തന്നെ അവൈലബിൾ ആണ് ഇന്ന് ആമസോണിലൊക്കെ. ഞാനിപ്പോൾ മേടിച്ചു, ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇതിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഗെയിംസിൻ്റെ ഒക്കെ ടോയ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വലിയ കുഞ്ഞുങ്ങൾക്കും വയസ്സ് റിലേറ്റഡ് ആയി തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനത്തെ ടോയ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലാതെ ഫോണിൽ ഗെയിം കളിച്ചിട്ട് അങ്ങനെ ടൈം കളയരുത്. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ ഭയങ്കരമായിട്ട് കൊല്ലുന്ന ഒരു സംഭവമാണ്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആ ഒരു 2 മന്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കില്ല്, നമ്മുടെ ഉള്ള പല സ്കില്ലുകളും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ചില ഡ്രോയിങ്സ്, ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയാൻ ഡ്രോയിങ്ങിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമുള്ളതല്ല. കാരണം ഒരു സ്കൂൾ ലൈഫിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഡ്രോയിങ് അത്യാവശ്യമാണ്. ഒരുപാട് ചിത്രങ്ങൾ അവർക്ക് വരയ്ക്കാനുണ്ടാവും. അപ്പം അതിന് എന്തായാലും പ്രാക്ടീസ് അത്യാവശ്യമാണ്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാഫ്റ്റ് എല്ലാ സ്കൂളിലും ഇപ്പം അത് മസ്റ്റാണ്. ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതൊക്കെ ഒരു പാഠപദ്ധതിയായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വക കാര്യങ്ങളൊക്കെ ലൈഫിൽ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, അയ്യോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങളത് കുറച്ച് സമയം ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇൻട്രസ്റ്റിംഗ് ആവും, നമുക്കതൊരു ഹാബിറ്റ് ആവും. ഈ കുഞ്ഞു മക്കളുടെ അമ്മമാരൊക്കെയാണ് ഇത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവരിൽ ഒരു ന്യൂ ക്രിയേറ്റിവിറ്റി തന്നെയാണ് കേട്ടോ അവരിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അവരുടെ ലൈഫ് വളരെ ചിട്ടയായിട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കാൻ നമ്മൾ ഇതുപോലത്തെ ക്രാഫ്റ്റ്, ഡ്രോയിങ്സ്, റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റായിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സമയമാണ് വെക്കേഷൻ ടൈം. അപ്പോൾ അത് അവരിലേക്ക് നമ്മൾ വളർത്തിയെടുക്കാൻ ഈ 2 മാസം ഉപയോഗിക്കുകയാണെങ്കിലല്ലേ പിന്നീട് അങ്ങോട്ട് നമ്മൾ അവരെ പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ലൈഫിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടേയിരിക്കും. ഈ കുഞ്ഞുങ്ങൾ വളരുന്ന ഓരോ കാലഘട്ടത്തിലും അവരുടെ ലൈഫിൽ അസൈൻമെൻറ്റ്സ്, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് ഒരുപാട് വരയ്ക്കാനും ഒരുപാട് ഗ്രാഫ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ അവരെ വളരെയധികം വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു വെക്കേഷൻ സമയത്ത് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. എൻ്റെയും നിങ്ങളുടെയും ഇപ്പോൾ പാരൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആണെങ്കിൽ അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അവർ ചിലവഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ആയിട്ടായിരിക്കും. നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുക, അവിടെയുള്ള ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് അവിടെ കുറേ കൂട്ടുകാരെല്ലായിട്ട് കളിക്കുക, ഒരുപാട് തൊടിയിലൊക്കെ ഓടിച്ചാടി കളിക്കുക, ഇതായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അത് വളരെയധികം കുറവാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പാരൻസ് വർക്കിംഗ് ആയിരിക്കും, അവർക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പോകാനും പോയാൽ തന്നെ അവിടെയും ഫോണൊക്കെ വെച്ചിരിക്കാനായിരിക്കും ആൾക്കാർ കുട്ടികൾ കൂടുതലും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയല്ലാതെ അവരുടെ ചുറ്റുപാടും ഓടി നടന്ന് കളിക്കാനും ഇങ്ങനെയുള്ള കുറച്ച് അവസരങ്ങളും കൂടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ബിസി ആയിരിക്കാം, പാരൻസ് ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ പോകുന്നത്. നമ്മളൊന്നും വളർന്ന ആ ഒരു കാലഘട്ടം അല്ലല്ലോ. പക്ഷേ അങ്ങനെ ചുറ്റുപാടും ഓടി നടന്ന് ഇതാക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലീസിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും എല്ലാവരുമായിട്ട് സംസാരിക്കാനും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് കൂടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനു മുമ്പ് പോകാറുണ്ടാവുമായിരിക്കും, പക്ഷേ ആ സമയങ്ങളിലൊക്കെ തിരിച്ചു വരണം, പഠിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയായിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വെക്കേഷനാണ്, ഭയങ്കര ഫ്രീ ആണ്, മൈൻഡ് ഫ്രീ ആണ്. അപ്പം അങ്ങനെ പോയിട്ട് ചിൽ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അവസരങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അതേപോലെ ട്രാവലിങ്ങും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. കുറച്ച് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി ദൂരെ പോകണമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കണമെന്നൊന്നും അല്ല, കുറച്ച് കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഹസ്ബൻഡ് ദുബായിലാണ്, അപ്പം എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഇവിടെ അടുത്തുള്ള പാർക്കിലോ അല്ലെങ്കിൽ ബീച്ചിലോ മോളിലോ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരുടെ വീടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഒതുക്കാതെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ടൈം കണ്ടെത്താനും ശ്രമിക്കുക. ഇനി ഇൻ കേസ് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കാനും ടി വി കാണാനൊക്കെ ആയിരിക്കും. അങ്ങനെയല്ലാതെ ഇങ്ങനെ എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബോറിംഗ് ഇല്ലാത്ത ഒരു വെക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു കാര്യം കേട്ടോ. ഒന്ന് പുറത്തൊക്കെ പോയി ചില്ലടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. പല കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. പാട്ട്, ഡാൻസ്, ഈ വക കാര്യങ്ങൾ. അതേപോലെ പിന്നെ ഡ്രോയിങ് എന്നൊക്കെ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്കില്ല് നമുക്ക് വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അല്ലാതെ അതൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള കോഴ്സുകളിലൊക്കെ ചേർത്തിട്ട് അവർക്ക് ഈ 2 മാസം അങ്ങനെയുള്ള ഡ്യൂറേഷനിലുള്ള കോഴ്സുകളൊക്കെ ചേർത്ത് അവർക്ക് ആ ഇൻട്രസ്റ്റിംഗ് വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡാൻസും പാട്ടൊന്നും 2 മാസത്തേക്കല്ല, എന്നാൽ പോലും അവരെ ആ ഒരു വെക്കേഷൻ സമയത്ത് അതൊരു അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒരു കൂടുതൽ, അവരുടെ പാഷന് കുറച്ച് കൂടുതൽ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പാരൻസ്. കുട്ടികൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അത് പാരൻസിനോട് പറയും, എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പാഷനൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പം ഗ്രാഫ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ദിവസം ബോറിംഗ് ഇല്ലാതെ ഒരു ദിവസത്തിൽ കുറച്ച് സമയങ്ങൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ വക കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പോയിട്ട് ലേൺ ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് നല്ല കാര്യം കേട്ടോ. ഇപ്പം ചെറിയ പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹിന്ദിയാണ് ബുദ്ധിമുട്ടെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷൊക്കെ മസ്റ്റാണ്. കാരണം വെച്ചാൽ അവർക്ക് എവിടെ എന്ത് പോവുകയാണെങ്കിലും അവർക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. അപ്പം അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ ഭയങ്കര ബേർഡൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുക്കാൻ പാടില്ല, ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ട് എടുക്കാൻ പാടില്ല. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര രസമുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പോൾ എൻ്റെ മോൾക്കന്നെ ഞാൻ ഇംഗ്ലീഷിലെ ഗ്രാമറിൻ്റെ ബുക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ വളരെ രസമാണ്, ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്യാൻ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ആക്ടിവിറ്റീസ് ഉള്ളത്. അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ വെക്കേഷൻ ടൈമും പഠിച്ച് ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല, അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കേട്ടോ. സ്വന്തമായിട്ട് കുറച്ച് സമയം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞു മക്കൾക്ക് ഇതത്ര ബാധിക്കണമെന്നില്ല. പക്ഷെ കുറച്ച് വലിയ മക്കളാണെങ്കിൽ ഒരു 8ാം ക്ലാസ് ആ ഒരു സമയമൊക്കെ എത്തി അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു പ്രോപ്പറായിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റോ അല്ലെങ്കിൽ ആ വകയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സൗന്ദര്യബോധമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ഫേസ് ആണെങ്കിലും അവരുടെ ഹെയർ ആണെങ്കിലും ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അതിനെയൊക്കെ നല്ല ഹെൽത്തി ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാട്ടോ ഇത്. ഈ ഒരു 2 മാസം
തീർച്ചയായിട്ടും ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ലൈഫിൽ അത് ഹാബിറ്റ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ സ്കൂൾ പോവുക അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്താനും ശ്രമിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ്സിൽ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. എല്ലാവരും കുഞ്ഞു മക്കളാണെങ്കിലും, പക്ഷെ അവർ ഓടിച്ചാടിയൊക്കെ കളിക്കുന്ന കുട്ടികളാണല്ലോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വലിയ കുഞ്ഞുങ്ങളെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയോട് കൂടിയുള്ള വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ അത് ശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു സമയമാട്ടോ ഇത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഭയങ്കര ഹറിബറി ആയിരിക്കും, നമുക്ക് ടൈം ഉണ്ടാവില്ല, വൈകുന്നേരം വരെ സ്കൂളല്ലേ. അതേപോലെ സ്കിൻ ക്ലിയർ ചെയ്യുന്നതിനും ഹെയർ ക്ലിയർ ചെയ്യുന്നതിനും ഇതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മളുടെ ടൈം, നമ്മുടെ 2 മാസം നമുക്ക് വെറുതെ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത അഡിക്ഷനിലേക്ക് പോകുന്ന പോലെ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ഒരു 2 മാസം തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, അതേപോലെ നമ്മുടെ പാരൻസിനെയൊക്കെ നമ്മളൊന്ന് സഹായിക്കുക. അല്ലെങ്കിൽ കുഞ്ഞു മക്കളുടെ അമ്മമാരാണെങ്കിൽ അവർ ഈ വക കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാൻ പറ്റിയൊരു സമയമാണിത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഭയങ്കര വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ വീടൊക്കെ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്ന് അടിച്ചു വാരി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ വീട്ടുകാർ ചെയ്യിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ചെയ്യിക്കുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ തീരെ നിങ്ങൾക്ക് ചെയ്യാനും സമയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണ്ടുന്നതാണ്. അപ്പോൾ നമ്മളത് ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അതൊരു ഹാബിറ്റ് ആവാനും നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണാലിറ്റി ആവാനും സാധിക്കും കേട്ടോ. ഇതൊക്കെ ചെയ്യണമെന്ന് എവിടെയും ഒരു നിർബന്ധമില്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളത് പഠിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ തന്നെ പറയണുള്ളൂ, വലിയൊരു രീതിയിലൊന്നും ചെയ്യണമെന്നല്ല, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണമെന്നല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ആ ഒരു ചിട്ടയായ ലൈഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ തനിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ചിട്ടയായ ലൈഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ കുഞ്ഞിൽ നമ്മുടെ പ്രായത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വലുതാവോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നേക്കുന്നത്. ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അത് ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാക്കുന്നതാവരുത്, അല്ലെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്കും ചെയ്തു തരാൻ പറ്റാത്തൊരു കാര്യമാവരുത്. നമ്മളിപ്പം കുറച്ച് നേരം ഒരു പാട്ട് കേട്ട് റിലാക്സ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ മൈൻഡിന് കിട്ടുന്ന ഒരു പീസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഭയങ്കര പോസിറ്റീവായിട്ടും ഭയങ്കര സൂപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പാരൻസ് ആണ് കാണുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ അവർക്ക് ഒരു വെക്കേഷൻ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണെങ്കിലും, അവരെ ആ ഒരു ഹെൽത്ത് വൈസ് ആണെങ്കിലും, അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് ആണെങ്കിലും എല്ലാം ഒരു ഭയങ്കര പോസിറ്റീവായിരിക്കും. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു 2 month. ഒരിക്കലും സ്കൂൾ തുറന്നാൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർക്ക് പറയാം അയ്യോ ഭയങ്കര ബോറിംഗ് ആയിരുന്നു എന്ന് പറയാതെ അടിച്ചു പൊളിച്ചു നല്ലൊരു വെക്കേഷനാണ് എന്ന് പറയാനുള്ള രീതിയിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രദ്ധിക്കുക. അതേപോലത്തെ കാണുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഒക്കെ രീതിയിൽ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.